NDA മുന്നണിയിൽ 2020 ചേർത്തത് ചരിത്രപരമായ ഒരു വിഡ്ഢിത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. 2020 ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾക്ക് ലഭ്യമാകുന്ന വോട്ട് വീതം എന്ന് പറയുന്നത് അരാഷ്ട്രീയവാദികളുടെ വോട്ടുകളാണ്. രാഷ്ട്രീയക്കാരെല്ലാവരും കള്ളനാണയങ്ങളാണെന്നും കള്ളന്മാരാണെന്നും രാഷ്ട്രീയക്കാർക്ക് അതീതമായി ജനം ഒന്നിച്ചു നിന്ന് വോട്ട് ചെയ്ത് മറ്റൊരാളെ വിജയിപ്പിക്കണമെന്നുമുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഉയർന്നു വന്നതാണ് ആം ആദ്മി പാർട്ടിയും 2020 പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധിപ്പിച്ച് ഒരു മുന്നണിയിൽ ചേർത്ത് വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ ആ മുന്നണിക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന വോട്ടും കൂടി ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് NDA സംബന്ധിച്ചിടത്തോളം ഇത്തവണ കേരളത്തിൽ നടന്ന ഏറ്റവും ദയനീയമായ വസ്തുത. ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം. കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ തവണ BDJS നിന്നപ്പോൾ ലഭ്യമായ വോട്ടിലും കുറവാണ് ഇത്തവണ 2020 കിട്ടിയത്. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു, അതിലുപരി ഈഴവ ഭൂരിപക്ഷമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ 2020 പേരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുമ്പോൾ ശക്തമായ എതിർപ്പ് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത് സ്വാഭാവികമാണ്. ഏതായാലും ഇത്തവണത്തെ കച്ചവടത്തിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചത് 2020ക്കാണ്. സാബു ജേക്കബിന് എന്ത് ലാഭം കിട്ടി എന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. സാബു ജേക്കബിന് വ്യക്തിപരമായി പല ലാഭങ്ങളും ഉണ്ടായേക്കാം, പലതും കിട്ടിയേക്കാം. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കനത്ത നഷ്ടമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. BJP യഥാർത്ഥത്തിൽ ഇത്തവണ 10 സീറ്റിലെങ്കിലും വിജയിക്കേണ്ടതായിരുന്നു എന്നാണ് പ്രവർത്തകരുടെ ഒരു ചിന്ത. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച വീഴ്ചയാണ് 3-ൽ ഒതുങ്ങിയതെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം. പ്രാദേശിക രാഷ്ട്രീയത്തിൽ തീരെ പരിചയമില്ലാതിരുന്ന ഒരു ബിസിനസ്സുകാരനെ പാർട്ടി നേതൃത്വത്തിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവിക പരിണാമമെന്ന് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. കേരളത്തിലെ BJP ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ അതിനുവേണ്ടിയാണ് കേന്ദ്രത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് അയച്ചത്. എന്നാൽ അത് എത്രത്തോളം വിജയിച്ചു എന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നത്. BDJS ആണ് മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷി. അവരും വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. BDJS സ്ഥാനാർത്ഥികൾ നിൽക്കുന്നിടത്ത് മാത്രം മുന്നണിയും മറ്റിടങ്ങളിൽ മാറി നിന്ന് തൻപിടി പിടിക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് പലയിടത്തും കണ്ടത്. ഉദാഹരണത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിലെ ഒരു ബൂത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി തോറ്റത് വിരലിലെണ്ണാവുന്ന വോട്ടിനാണ്. അവിടെ BDJS വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്ന പരാതി വ്യാപകമായി ഉണ്ടായിരുന്നു. BDJS നായന്മാരുടെ വോട്ട് കൃത്യമായി വീഴാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് അതിൻ്റെ കുറ്റം BJPയുടെ തലയിലും വെച്ച് കെട്ടി. മുന്നണിയായി മത്സരിക്കുന്നുവെങ്കിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കണം. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി മാറ്റിയിട്ട് പാർട്ടിക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഉടൻ വരുമെന്നാണ് ലഭിക്കുന്ന വിവരം.